ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നെയ്ച്ചോറല്ലേ. അപ്പോൾ അടുത്തത് നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിൽ നെയ്ച്ചോറാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നെയ്ച്ചോറ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് തുടങ്ങുക. അതിനായിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ നെയ്യ് നല്ലപോലെ ചേർത്തുണ്ടാക്കുന്നതാണ് നെയ്ച്ചോറ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്ത് വയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് വെളിച്ചെണ്ണയൊന്നും ടേസ്റ്റ് കൊള്ളത്തില്ല, അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് നല്ല ബ്രൗൺ നിറമാകുന്നിടം വരെ മൂപ്പിച്ച് വറുത്തെടുത്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മുന്തിരിയും കിസ്മിസുമാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ കുറച്ചൊരു പകുതി ക്യാരറ്റും കൂടി നല്ലതുപോലെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതേ എണ്ണയിലോട്ട് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ കീമ റൈസാണ് കേട്ടോ. ആ റൈസ് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ നെയ്യ് എണ്ണ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കണേ. ഒരുപാട് വറുത്തെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് അതിനകത്തുള്ള വെള്ളം ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഞാൻ 2.5 കപ്പ് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് അരിക്ക് ഡബിൾ വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഈ ഒരു കപ്പിലാണ് 2.5 കപ്പ് അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ 5 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം സാധാരണ നമ്മൾ ഈ അരി വറുക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസസ് ഇടാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതൊരു തിള വരുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഏലയ്ക്ക, പട്ട, സ്റ്റാർ അനീസ്, ഒരു ബേ ലീഫ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി സവാള, ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഒരു പാതി സവാളയുടെ ഇതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെന്ത് പകുതിയാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഇതിൻ്റെ ലെമണിൻ്റെ അരിയൊന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ അരി വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അരി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കുമേ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നല്ലതുപോലെ ഇവിടെ അരി വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന സവാള, ക്യാരറ്റ്, മുന്തിരി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് തുറന്ന് ഒന്നുകൂടെ ഇളക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ആ സവാളയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ ചോറിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചതിന് ശേഷം നമ്മളിനി സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യ് കൂടുതലാണെന്ന് ആരും പറയണ്ട. നെയ്ച്ചോറിന് നല്ലതുപോലെ നെയ്യ് ചേർത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ തയ്യാറുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.